Good morning everyone. ഇന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ഫോർത്ത് മോഡ്യൂളിലെ പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കുന്നത്, കൈനറ്റിക്സ് ഓഫ് റിജിഡ് ബോഡീസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചത് കൈനമാറ്റിക്സ് ആയിരുന്നു. അപ്പോൾ കൈനമാറ്റിക്സിൽ നമ്മളൊരു ബോഡിയുടെ മോഷൻ അനലൈസ് ചെയ്യുമ്പോൾ അത് എന്ത് ഫോഴ്സ് കാരണമാണ് ആ മോഷൻ ഉണ്ടായത് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ബോഡിയുടെ മൂവ്മെൻറ്റ് മാത്രമേ അനലൈസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ കൈനറ്റിക്സിൽ നമ്മൾ ആ ഫോഴ്സിനെയും കൂടെ കൺസിഡർ ചെയ്യുന്നു. So the branch of engineering mechanics which deals with the forces and the resulting motion is called kinetics. അപ്പോൾ ഫോഴ്സസും ആ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന മോഷനും കൂടെ പഠിക്കുന്ന ആ ബ്രാഞ്ചിനെയാണ് കൈനറ്റിക്സ് എന്ന് പറയുന്നത്. കൈനറ്റിക്സ് ഹെൽപ്സ് us to find out the forces causing the motion of any body. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒന്ന് രണ്ട് ടേംസ് പഠിക്കണം. ഫസ്റ്റ് വൺ ഈസ് മാസ്. The quantity of matter contained in a body is known as mass or of a body. അപ്പോൾ ഒരു ബോഡി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തുമാത്രം മാറ്റർ കണ്ടെയ്ൻ ചെയ്യുന്നു ആ ക്വാണ്ടിറ്റിയാണ് മാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ എം ആൻഡ് ദ യൂണിറ്റ് ഇസ് കിലോഗ്രാം. നൗ വെയ്റ്റ്, ഇറ്റ് ഡിഫൈൻസ് ആസ് ദ ഫോഴ്സസ് ബൈ വിച്ച് ദ ബോഡി ഈസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. അപ്പോൾ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ the amount of force by which a body is attracted towards the center of the earth. ഒരു എർത്തിൻ്റെ സെൻറ്ററിലേക്ക് ഓരോ ബോഡിയും എന്തുമാത്രം ഫോഴ്സ് വെച്ച് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു അതിനെയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ ബോഡിയുടെയും മാസിനനുസരിച്ച് ആ ക്വാണ്ടിറ്റി വേരി ചെയ്തിരിക്കും, അതിനെയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. സോ വെയിറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് W ഇസ് ഈക്വൽ ടു mg. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. പലയിടത്തും നമുക്ക് മാസ് തന്നിട്ടുണ്ടാവും വെയിറ്റ് ആക്കേണ്ടി വരും, അല്ലെങ്കിൽ വെയിറ്റ് തന്നിട്ടുണ്ടാവും മാസ് ആക്കേണ്ടി വരും. അപ്പോഴെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ റിലേഷനാണ്. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഇസ് ന്യൂട്ടൺ. നെക്സ്റ്റ് ടേം ഇസ് മൊമെൻറ്റം. ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ഓഫ് എ ബോഡി ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് നോൺ ആസ് മൊമെൻറ്റം ഓഫ് ദ ബോഡി. സോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ ടേംസ് എല്ലാം, ഒന്നുകൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്യുന്നേ ഉള്ളൂ. മൊമെൻറ്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ പൊസസ്ഡ് ബൈ എ മൂവിങ് ബോഡി. എന്തുമാത്രം മോഷൻ ആ ഒരു മൂവിങ് ബോഡിക്ക് ഉണ്ട് അതിനെയാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. സോ മൊമെൻറ്റം എം ഇസ് ഈക്വൽ ടു സ്മോൾ എം ഇൻറ്റു വി. മൊമെൻറ്റം ക്യാപിറ്റൽ എം കൊണ്ടാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഈക്വൽ ടു സ്മോൾ എം ഇൻറ്റു വി. യൂണിറ്റ് ഇസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മാസിൻ്റെത് കിലോഗ്രാമും വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ്. സോ യൂണിറ്റ് ഓഫ് മൊമെൻറ്റം ഇസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. നൗ കമ്മിങ് ടു ദ ലോസ് ഓഫ് മോഷൻ. When a body is at rest or moving in a straight line or rotating about an axis, the body obeys certain laws of motion. Okay, അപ്പോൾ ഒരു ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ചിലപ്പം റെസ്റ്റിൽ ഇരിക്കുമായിരിക്കും, അത് ചിലപ്പം സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുമായിരിക്കും, ചിലപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്താലും ആ മൂവ്മെൻറ്റ് ചില നിയമങ്ങളെ അനുസരിച്ചാണ് മൂവ് ചെയ്യുന്നത്. സോ ദീസ് ലോസ് ആർ നോൺ ആസ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. അപ്പോൾ ഈ ബോഡീസിൻ്റെ ആ ഒബേ ചെയ്യുന്ന ലോസിനെ പറയുന്ന പേരാണ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. സോ ഹിയർസ് ദ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ സം എക്സ്റ്റേണൽ ഫോഴ്സ് ടു ചേഞ്ച് ദാറ്റ് സ്റ്റേറ്റ്. ഇതും നമ്മൾ പ്ലസ് ടുവിനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അപ്പോൾ ഒരു ബോഡി ഒരിടത്ത് അനങ്ങാതിരിക്കുന്നു അല്ലെങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതവസ്ഥയാണേലും ആ അവസ്ഥയിൽ നിന്ന് അതിനൊരു മാറ്റം സംഭവിക്കണമെങ്കിൽ അതിനകത്ത് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്ന് ആക്ട് ചെയ്താൽ മാത്രമേ ആ അവസ്ഥയ്ക്ക് മാറ്റം പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് റെസ്റ്റായിരിക്കുന്ന ബോഡി റെസ്റ്റായി തന്നെ ഇരിക്കും, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി മൂവ് ചെയ്ത് തന്നെ ഇരിക്കും. ആ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരണമെങ്കിൽ അതിനകത്തൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലോ. Coming to the second law, it states that the rate of change of momentum of a moving body is directly proportional to the external force applied on the body and takes place in the direction of the applied force. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോയിൽ പറഞ്ഞു ഒരു ബോഡിയുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെങ്കിൽ അതിനകത്ത് എക്സ്റ്റേണൽ ഫോഴ്സ് വരണം എന്ന്. അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വരുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് ആ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഫോഴ്സ് കൂടുതലാണെങ്കിൽ അതിനുണ്ടാകുന്ന മൊമെൻറ്റവും കൂടുതലായിരിക്കും, ഫോഴ്സ് കുറവാണെങ്കിൽ മൊമെൻറ്റവും കുറവായിരിക്കും. ഇനി അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഈ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ തന്നെയായിരിക്കും അതിൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റവും ഉണ്ടായിരിക്കുന്നത്. അല്ല നമ്മൾ ഒരു ഡയറക്ഷനിൽ തള്ളുമ്പോൾ മറ്റേ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യില്ലല്ലോ.
അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ അതിന് ചേഞ്ച് ഇൻ മൊമെൻറ്റവും ഉണ്ടാവുന്നു. ആ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് ഈ അപ്ലൈഡ് ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. തേർഡ് ലോ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മളെപ്പോഴും നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, ചെയ്യാറില്ലേ? ഒരു സപ്പോർട്ടിനെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് മുകളിലേക്ക് ഒരു റിയാക്ഷൻ മാർക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ ഏതൊരു ഫോഴ്സിനാണെങ്കിലും ഏതൊരു ആക്ഷൻ ആണെങ്കിലും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മളിവിടെ കൈനറ്റിക്സിൽ യൂസ് ചെയ്യുന്നത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. So for that, consider a body of mass m moving with an initial velocity u. ഇപ്പോൾ ഒരു ബോഡി അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി u. Let its velocity is increased to v after a time t. ഇപ്പോൾ കുറച്ച് നേരം അത് യുവിൽ മൂവ് ചെയ്തു, ഒരു t സമയം കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ വെലോസിറ്റി v ആയി മാറി. അപ്പോൾ ആ കേസിൽ അതിൻ്റെ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം നമുക്കറിയാം മാസ് ഇൻറ്റു വെലോസിറ്റി ആണെന്ന്. ഇനീഷ്യൽ വെലോസിറ്റി u ആയിരുന്നു. സോ ഇനീഷ്യൽ മൊമെൻറ്റം വിൽ ബി m ഇൻറ്റു u. ഫൈനൽ മൊമെൻറ്റം എന്തായിരിക്കും? അഗെയിൻ മാസ് ഇൻറ്റു വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി v ആണ്. സോ ഫൈനൽ മൊമെൻറ്റം വിൽ ബി m ഇൻറ്റു v. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ടൈം. അതിനെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൽ മൊമെൻറ്റം നമുക്കറിയാം എം വി ആണെന്ന്. സോ എം വി മൈനസ് എം യു ഡിവൈഡഡ് ബൈ ടൈം. എം കോമൺ ആയതുകൊണ്ട് എം പുറത്തെടുത്തു. എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. പക്ഷെ നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണെന്ന് അറിയാം. സോ വി മൈനസ് യു ബൈ ടി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. സോ പ്രീവിയസ് ഇക്വേഷനിൽ വി മൈനസ് യു ബൈ ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം വിൽ ബി ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ആണ്. അതിനകത്ത് വി മൈനസ് യു ബൈ ടിക്ക് പകരം നമ്മൾ എ കൊടുക്കുന്നു. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് എം ഇൻറ്റു എ. Now, according to Newton's second law of motion, the rate of change of momentum is directly proportional to the external force acting on the body. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലോയിൽ പറഞ്ഞ എന്താണ്? എത്രമാത്രം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നോ ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റവും കൂടും. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം ഇൻറ്റു എ. എഫ് ആണ് അപ്ലൈഡ് ഫോഴ്സ്, എം ഇൻറ്റു എ ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അവ തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ പറയുന്നത്. വിച്ച് മീൻസ് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം ഇൻറ്റു എ ഓർ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം എ. കെ എന്ന് പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. Now, for any moving body of mass m, for any moving body, m and k are constants, and hence we can state that the force acting on a body is directly proportional to the acceleration. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കേ, നമ്മൾ ഒരു പെർട്ടിക്കുലർ ബോഡി എടുത്തു കഴിഞ്ഞാൽ കെ ഓഫ് കോഴ്സ് അതൊരു ഓൾറെഡി ഒരു കോൺസ്റ്റൻ്റ് ആണ്. എം എന്ന് പറയുന്നത് ഒരു ബോഡിക്ക് ഒരു കോൺസ്റ്റൻറ്റ് തന്നെയാണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഇവിടെ കോൺസ്റ്റൻറ്റ്സ് ആണ്. വിച്ച് മീൻസ് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആക്സിലറേഷൻ. ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആക്സിലറേഷൻ ഓഫ് ദ ബോഡി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Now, unit force is a force which produces unit acceleration on a body of unit mass. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഫോഴ്സ് 1 ആകണമെങ്കിൽ എന്തായിരിക്കും? അത് യൂണിറ്റ് മാസ് ഉള്ള ഒരു ബോഡി യൂണിറ്റ് ആക്സിലറേഷൻ ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. യൂണിറ്റ് ഫോഴ്സ് ഇസ് എ ഫോഴ്സ് വിച്ച് പ്രൊഡ്യൂസസ് യൂണിറ്റ് ആക്സിലറേഷൻ ഓൺ എ ബോഡി ഓഫ് യൂണിറ്റ് മാസ്. യൂണിറ്റ് മാസ് ഉള്ള ഒരു ബോഡിയിൽ യൂണിറ്റ് ആക്സിലറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള ഫോഴ്സിനെയാണ് യൂണിറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. That is, at A is equal to 1 meter per second square and M is equal to 1 kilogram, F is equal to 1 Newton. അപ്പോൾ നമ്മൾ ഈ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഒരു കണ്ടീഷൻ എടുക്കുന്നതാണിത്. A1ഉം M1ഉം ആവുന്ന സമയത്തുള്ള ഫോഴ്സും 1 തന്നെ ആയിരിക്കും. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1 is equal to k into 1 into 1. ഓക്കെ, ഇതൊരു സിറ്റുവേഷനിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ വരുന്ന കണ്ടീഷനാണ് അല്ലേ? ഫോഴ്സ് 1 ആണെങ്കിൽ എമ്മും 1 ആയിരിക്കും, എയും 1 ആയിരിക്കും. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കെയുടെ വാല്യൂ 1 എന്ന് കണ്ടുപിടിച്ചു. കെ ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 1 എന്ന് കിട്ടിയാൽ ഏത് കണ്ടീഷൻ വന്നാലും കെയുടെ വാല്യൂ 1 തന്നെ ആയിരിക്കും, കാരണം അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ കെയുടെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താകും? എഫ് ഇസ് ഈക്വൽ ടു എം
എ അല്ലേ. എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം എന്നായിരുന്നു ഇക്വേഷൻ. അതിനകത്ത് കെയുടെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടി. സോ ദ ഇക്വേഷൻ ചേഞ്ചസ് ടു എഫ് ഇസ് ഈക്വൽ ടു എം എ വിച്ച് ഇസ് നോൺ ആസ് ദ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഓഫ് ഡൈനാമിക്സ്. Very very important relation. F is equal to ma which is known as the fundamental equation of dynamics. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ അത് എങ്ങനെ വന്നു, എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ്, എന്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, അത് അറിഞ്ഞിരിക്കണം. Now sigma f is equal to m into a when the body is subjected to a system of forces. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ഫോഴ്സ് വരുന്ന സമയത്താണ് f is equal to m എന്ന് പറയുന്നത്. സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബോഡിയിൽ കുറേച്ചേറെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സം ഓഫ് ദ ഫോഴ്സസ് വിൽ ബി ഈക്വൽ ടു എം ഇൻറ്റു എ വെൻ ദ ബോഡി ഈസ് സബ്ജക്റ്റഡ് ടു എ സിസ്റ്റം ഓഫ് ഫോഴ്സസ്. Now for static equilibrium of a body, the conditions to be satisfied are sigma fx is equal to 0, sigma fy is equal to 0 and sigma m is equal to 0. നമ്മൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം നേരത്തെ മോഡ്യൂൾസിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കണ്ടീഷൻസ് ആണ് ഫോഴ്സ് ഇൻ ദ എക്സ് ഡയറക്ഷൻ ഷുഡ് ബി ഈക്വൽ ടു 0, ഫോഴ്സ് ഇൻ ദ വൈ ഡയറക്ഷൻ ഷുഡ് ബി ഈക്വൽ ടു 0 ആൻഡ് ദ ടോട്ടൽ മൊമെൻറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ അത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ആണ്, മൂവ് ചെയ്യാത്ത ബോഡിയുടെ ഇക്വിലിബ്രിയം. Now problems involving dynamic equilibrium of a body can be converted into a static equilibrium by using D'Alembert's principle, which is an application of Newton's second law. അപ്പോൾ നമുക്ക് ഇവിടെ ഡൈനാമിക് ഇക്വിലിബ്രിയം ആണ് അനലൈസ് ചെയ്യേണ്ടത്. ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന ബോഡിയുടെ ഇക്വിലിബ്രിയം. അപ്പോൾ അതിനെ നമുക്കൊരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയമായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ D'Alembert's principle യൂസ് ചെയ്യാം. D'Alembert's principle എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ആപ്ലിക്കേഷൻ ഓഫ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. According to Newton's second law, sigma f is equal to ma. അല്ലേ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു എം എ. ആ എം എ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ സിഗ്മ എഫ് പ്ലസ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് എം എ ഇസ് ഈക്വൽ ടു 0. The term ma is the inertia force and the equation represents D'Alembert's principle. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ തന്നെയാണ്. അതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന് സിഗ്മ എഫ് ഇസ് എഫ് പ്ലസ് മൈനസ് എം എ ഇസ് ഈക്വൽ ടു 0. അതിനെയാണ് D'Alembert's പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഇക്വേഷൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് അതിനെ ഒരു പ്രിൻസിപ്പിളാക്കി അങ്ങ് വിളിക്കുവാണോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ കൂടെ ഇവിടെ പറയുന്നുണ്ട്. D'Alembert's principle can be stated as when a body in motion is in dynamic equilibrium, the algebraic sum of all forces acting on the body in the direction of motion, including the inertia force taken in the opposite direction to the motion, is 0. അപ്പോൾ നമ്മുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനെ ഒരു പുതിയ രീതിയിൽ സ്റ്റേറ്റ് ചെയ്തേക്കുവാണ് D'Alembert's പ്രിൻസിപ്പിൾ. എന്താണ് പറഞ്ഞേക്കുന്നത്? When a body in motion is in dynamic equilibrium, അപ്പോൾ മൂവ് ചെയ്യുന്ന ഒരു ബോഡി ഡൈനമിക് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? When the algebraic sum of the forces acting on the body in the direction of motion, including the inertia force taken in the opposite direction to the motion, is 0. അപ്പോൾ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിൻ്റെ എല്ലാം സമ്മും ഏത് ഫോഴ്സസിൻ്റെയൊക്കെയാണ്, അത് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലുള്ള ഫോഴ്സസിൻ്റെ എല്ലാം സമ്മും അതിൻ്റെ കൂടെ ഇനേർഷ്യ ഫോഴ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം. അതാണ് D'Alembert's പ്രിൻസിപ്പിൾ. അതായത് സിഗ്മ എഫ് പ്ലസ് മൈനസ് എം എ ഇസ് ഈക്വൽ ടു 0. ഈ മൈനസ് എം എ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ ഫോഴ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതുകൊണ്ടാണ് മൈനസ്, ഇത് പ്ലസ് മൈനസ് കൂടെ ചേർത്ത് മൈനസ് ഇടാതെ മൈനസ് അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് എന്ന് മനസ്സിലാകാനാണ്. അപ്പോൾ D'Alembert's പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? When a body in motion is in dynamic equilibrium, the algebraic sum of all the forces acting on the body in the direction of motion. അപ്പോൾ സിഗ്മ എഫ് എന്ന് പറയുന്നത് algebraic sum of all the forces acting on the body in the direction of motion, including the inertia force taken in the opposite direction. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ കൂടെ നമ്മൾ ഇനേർഷ്യ ഫോഴ്സും കൂടെ ആഡ് ചെയ്യണം. ഇനേർഷ്യ ഫോഴ്സ് ഷുഡ് ബി ടേക്കൺ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് 0 ആയിരിക്കണം കിട്ടുന്നത്. അതാണ് D'Alembert's പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് ഒരു ബോഡിയിൽ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലുള്ള ഫോഴ്സിൻ്റെ സം എന്ന് പറയുന്നത് അതിൻ്റെ ഇനേർഷ്യ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും എന്നാണ് D'Alembert's പ്രിൻസിപ്പിൾ പറയുന്നത്. That is sigma f is equal to ma or sigma f plus minus ma is equal to 0.
ഇനി സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ എക്സ്. എന്താ അതിൻ്റെ അർത്ഥം? സം ഓഫ് ദ ഫോഴ്സസ് ഇൻ ദ എക്സ് ഡയറക്ഷൻ വിൽ ബി ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻ ദ എക്സ് ഡയറക്ഷൻ. സിമിലർലി സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻ ദ വൈ ഡയറക്ഷൻ ആൻഡ് സിഗ്മ എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻ ദ ഇസഡ് ഡയറക്ഷൻ. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോയും ഡി അലംബേർട്സ് പ്രിൻസിപ്പിളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഡി അലംബേർട്സ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ സെക്കൻഡ് ലോയെ തന്നെ എടുത്തിട്ട് അതിനെ നമ്മൾ പുതിയൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് ഡി അലംബേർട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്.